നമുക്ക് വരുന്ന പീഡിയാട്രിക് പേഷ്യൻസിൻ്റെ പാരൻസ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കംപ്ലൈൻ്റാണ് കുട്ടിക്ക് സ്ഥിരമായി ജലദോഷം, തുമ്മൽ, അലർജി പ്രോബ്ലം. അങ്ങനെ മിക്കവരുടെയും അഡിനോയിഡ്സ് അല്ലെങ്കിൽ ടോൺസിലാർ എൻലാർജ്മെൻറ്റ്സ് ഉണ്ടാവാറുമുണ്ട്. സോ ഇങ്ങനെയുള്ളവരുടെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പേഷ്യൻസും മൗത്ത് ബ്രീത്തേഴ്സാണ്. രാത്രി ഉറക്കത്തിൽ വായ തുറന്നാണ് കുട്ടി ഉറങ്ങുന്നത്. സോ വായ തുറന്നുറങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നേസൽ ബ്രീത്തിങ് ഉണ്ടാവില്ല. നേസൽ ബ്രീത്തിങ്ങിൽ എയർ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരുപാട്, നേസൽ ഹെയർ പോലെ, മുടിയുള്ള പോലെ ഫിൽട്ടർ ചെയ്യാനുള്ള ഒരുപാട് മെത്തേഡ് ഉണ്ട്. വായ തുറന്നുറങ്ങുന്നവർക്ക് അങ്ങനെ ഒരു ഫിൽട്രേഷൻ ഇല്ല. സോ എയറും അതിനോടുള്ള ഡസ്റ്റും ബാക്ടീരിയ ഉള്ള മൈക്രോബ്സും ഒക്കെ നേരിട്ട് നമ്മുടെ തൊണ്ട ഭാഗത്തേക്ക് പോവാണ് വായക്കൂടെ മൗത്ത് ബ്രീത്ത് ചെയ്യുമ്പോൾ. സോ ആ സമയത്ത് നമ്മുടെ ടോൺസിൽസും അഡിനോയിഡ്സും ഇതിനെ ഫിൽട്ടർ ചെയ്യാനായിട്ട് എൻലാർജായി വരും. സോ ഇങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ മൗത്ത് ബ്രീത്തിങ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള അപ്ലയൻസസ് ഉണ്ട്. ഡെൻ്റൽ ക്ലിപ്സ് പോലുള്ള അപ്ലയൻസസ് ഉണ്ട് രാത്രി ഇടാനുള്ളത്. അത് ചെയ്ത് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഇവരുടെ അലർജീസും തുമ്മൽ, ജലദോഷം ഫ്രീക്വൻ്റായി വരൽ കുറയുന്നത് കാണാറുണ്ട്. അഡിനോയിഡ്സും ഒരു പരിധി വരെ ഈ എൻലാർജ്മെൻറ്റ് കുറയുന്നതായിട്ട് കാണാറുണ്ട്. ചില കേസസിൽ നമുക്ക് നേസൽ ഒബ്സ്ട്രക്ഷൻ വളരെ സിവിയർ ആയിട്ടുള്ള കേസസിൽ ചിലപ്പോൾ ENT റിലേറ്റഡ് ആയിട്ടുള്ള സർജറീസോ കാര്യങ്ങളോ വേണ്ടി വരും. പക്ഷെ മിക്ക കേസസിലും ഈ മൗത്ത് ബ്രീത്തിങ് കട്ട് ചെയ്യുമ്പോൾ തന്നെ, നേസൽ ബ്രീത്തിങ് എൻഹാൻസ് ചെയ്യുമ്പോൾ തന്നെ ഈ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ നമുക്ക് പറ്റാറുണ്ട്.